നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന സുനന്ദയുടെ വിവാഹ നിശ്ചയത്തിന്റെ ആഘോഷമൊക്കെ അതിനെ അതിഗംഭീരമായിട്ട് നടക്കുവാണ്. ആ സമയത്താണ് ഭാസ്കരൻ അതിലൂടെ ഒന്ന് വരുന്നേ. ഭാസ്കരൻ തന്റെ സൈക്കിളും ചവിട്ടി വീടിന്റെ മുന്നിലെത്തി ഇങ്ങനെ അകത്തേക്കൊന്ന് നോക്കുവാണ്. അപ്പോഴേക്കും ഗംഗാധരനും ലളിതയും തനേനും ഒക്കെ ഇത് കണ്ടു. അവർക്കൊക്കെ ഒരു ഞെട്ടലായി. പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? കാരണം ചെക്കൻ്റെ വീട്ടുകാരുണ്ട്, ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉണ്ട്. ഈ സമയത്ത് ഭാസ്കരൻ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കല്യാണം മുടങ്ങി പോകുമോ? എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ തീർന്നില്ലേ? ഭാസ്കരൻ്റെ ആ നിപ്പ് നോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ലളിത തനേനോട് പറഞ്ഞു, തനേട്ടാ ഇതാകെപ്പാടെ പ്രശ്നമാണെന്ന് തോന്നല്ലോ. ഇതേ അങ്ങേര് വന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടല്ലോ. ഗംഗാധരൻ പറഞ്ഞു, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്ക് വിട്ടേരെ, നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു തനേനോട്. പിന്നീട് ഗംഗാധരൻ വലിയ ആളും വിളിച്ചങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് ഒരു കൈ സൈക്കിളെല്ലാം പിടിച്ചിട്ട് മറു കൈ തൻ്റെ എളിക്കും കൈ കുത്തി ഇങ്ങനെ ഭാസ്കരൻ അകത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വലിയ ആളും കളിച്ച് ഗംഗാധരൻ വന്ന് ഇങ്ങനെ ഭാസ്കരനെ നോക്കി. ഭാസ്കരൻ തിരിച്ചൊന്ന് നോക്കി. പിന്നീട് ഭാസ്കരൻ എന്ത് ചെയ്തു? ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കിയിട്ട് ശരിക്കും ഗംഗാധരൻ നാണം കിട്ടു. ഗംഗാധരൻ വിചാരിച്ചുകൊണ്ടിരുന്നേ ഭാസ്കരൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന. പിന്നീട് ഭാസ്കരൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഗംഗാധരൻ അകത്തേക്ക് കയറുന്നു. അപ്പോഴേക്കും ലളിത പറഞ്ഞു, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഓ രക്ഷപ്പെട്ടു, എന്തെങ്കിലും അങ്ങേര് വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ. ഗംഗാധരൻ പറഞ്ഞു, പിന്നെ അവനെന്തേലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ വെറുതെ ഇരിക്കുമെന്ന് ചോദിച്ചു. അത് പറഞ്ഞിട്ട് കാര്യമില്ലോ ഗംഗേട്ടാ, കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ ചെറുക്കൻ കൂട്ടർക്കൊന്നും അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്കൊരു സമാധാനമായി. ആ സമയത്ത് ഭാസ്കരൻ വീട്ടിലേക്ക് പോകണം. പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ബ്രോക്കറെ കാണുന്നത്. ബ്രോക്കറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. എടാ എത്ര നാളായടാ എൻ്റെ ചെക്കനൊരു പെണ്ണിനെ കൊണ്ടു തരുന്ന കാര്യം പറഞ്ഞിട്ട്. എൻ്റെ ഭാസ്കരേട്ടാ എത്ര എണ്ണം കൊണ്ടുവന്നു, ഒന്നെങ്കിലും സെറ്റായോ ഇല്ലല്ലോ. 2 വർഷമായി ആലോചന തുടങ്ങിയിട്ട്. ഇതിനിടയ്ക്ക് എത്ര പെൺവീട് കാണാൻ പോയി. എടാ അതിന് നല്ലൊരു ആലോചന കൊണ്ടുവരണ്ടേ? പിന്നെ നല്ല ആലോചന കൊണ്ടുവന്നില്ലെന്ന് പോലും. എത്ര എണ്ണം കൊണ്ടുവന്നു. ഇപ്പം തന്നെയാണ്ടേ ഒരു അടിപൊളി ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി നിങ്ങളുടെ ചെക്കനെ ഞാൻ ഫോൺ വിളിച്ചു. അവനൊട്ട് കോൾ എടുത്തതുമില്ല. എങ്ങനെ എടുക്കൂടാ? നീ കൊണ്ടിരുന്ന ആലോചന ഏതെങ്കിലും ഒരെണ്ണം നടക്കുമോ? ഇനി എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആലോചന വരും, എല്ലാം സെറ്റാവും. പിന്നെ അയലക്കത്തുള്ളവരോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ നാട്ടുകാരെന്തൊക്കെയാ പറയണേ? ആ വീട്ടിൽ പെണ്ണ് വാഴത്തില്ല, ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പെണ്ണിനെ വിടണ്ടെന്നൊക്കെ. അതോടുകൂടി ആ ആലോചന മുടങ്ങിപ്പോവും. ഭാസ്കരൻ പറഞ്ഞു, അങ്ങനെയല്ലാത്ത ഏതെങ്കിലും ഒരു നല്ല ആലോചന നിനക്ക് കൊണ്ടുവരാൻ പാടില്ലേ? ഇത്തവണ എന്താണെങ്കിലും ഭാസ്കരേട്ടൻ പറഞ്ഞു ഉറപ്പാ, ഞാൻ നല്ലൊരു ആലോചന കൊണ്ടുവന്നിരിക്കും. നല്ല അടിപൊളിയൊരു ബന്ധം, ഭാസ്കരേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ബ്രോക്കർ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ നേരെ വീട്ടിലേക്ക് പോരുവാണ്. അതേ സമയത്ത് സുഭാഷ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് നികേഷ് അങ്ങോട്ട് ഇറങ്ങി വന്നു. നികേഷ് വന്നു കഴിഞ്ഞപ്പം സുഭാഷ് പറഞ്ഞു, എടാ കറിക്ക് രുചിയുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നികേഷ് ഇച്ചിരി എടുത്ത് കഴിച്ചു നോക്കി. സൂപ്പറായിട്ടുണ്ട് സുഭാഷ് ഏട്ടാ, എന്നും ഉണ്ടാക്കുന്ന പോലല്ല, ഇത്തിരി വെറൈറ്റിയാ, ഇന്ന് അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ പാത്രമൊക്കെ എടുത്തോണ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് ഏറിപ്പോയി. അകത്തേക്ക് ഏറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് ചോദിച്ചു, എടാ കറിയായോ? കറിയായി, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ഉഗ്രൻ ടേസ്റ്റാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു പീസ് എനിക്ക് എടുത്തോണ്ട് തരാൻ മേലായിരുന്നോ? നിധി വന്നിട്ട് പറഞ്ഞു, ഇപ്പോഴെല്ലാവരും കഴിക്കാൻ പോകല്ലേ, ഇനിയിപ്പോൾ എന്തിനാ പീസ്? നികേഷ് പറഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് പുറത്തിരുന്ന് എല്ലാവർക്കും കൂടെ കഴിക്കാന്ന്. അത് ശരിയാ, അകത്ത് കറണ്ട് ഇല്ലല്ലോ, കറണ്ട് പോയിരിക്കുമല്ലേ, അപ്പൊ പുറത്തിരുന്ന് കഴിക്കാന്ന് ഹരീഷ് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് സുഭാഷ് എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കണം. എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കണ സമയത്ത് നിധി ചോദിച്ചു, അല്ല ഇതെന്താ സുഭാഷേട്ടൻ കഴിക്കാത്ത, ഞാൻ വിളമ്പി തരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട ഞാനെടുത്ത് കഴിച്ചോളാന്ന് പറഞ്ഞു. അല്ല അച്ഛനെ കാണുന്നില്ല എതിരായിട്ടും. അച്ഛൻ വന്നോളും, എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, മിക്കവാറും മദ്യം മേടിക്കാൻ പോയതായിരിക്കും, കൊപ്പ് മേടിക്കാനായിട്ട്. അടിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ നന്നായിട്ട് കഴിക്കാൻ പറ്റും, അതുകൊണ്ടായിരിക്കും ആശാൻ പോയിരിക്കുന്നത്. ഇപ്പം തന്നെ വരുമായിരിക്കും. സുഭാഷേട്ടൻ അന്ന് മൈൻഡ് ചെയ്യണ്ട, സുഭാഷേട്ടൻ കഴിക്കാൻ പറഞ്ഞു. ആ സമയത്ത് സുഭാഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടപ്പം സുധീഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഒരു കാര്യം അറിയാമെന്ന് ചോദിച്ചു. എന്ത്? ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഞാൻ ഒരു കാര്യം സുഭാഷ് ഏട്ടനോട് ഒന്ന് പറഞ്ഞായിരുന്നു. എന്ത് കാര്യം? അതെ, ഒരു പെണ്ണ് എന്നെ സ്ഥിരമായിട്ട് നോക്കുമായിരുന്നു. ഞാൻ ആ പെണ്ണിനോട് ഭയങ്കര സംസാരമായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ആ പെണ്ണിനോട് എന്നോട് മിണ്ടാതായി.
എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വന്ന് സങ്കടത്തോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് സുഭാഷ് ചേട്ടനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അത് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. എന്ത് കാര്യം? ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. സുഭാഷ് ചേട്ടൻ മറന്നുപോയാലും പക്ഷെ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞു. എന്ത് കാര്യമാടാ എന്ന് ചോദിച്ചു. അതെ, നമ്മക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ കിട്ടും. അതിപ്പോൾ എതിരോടെ പോയാലും ശരി, വിധി അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. പക്ഷേ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വിധിയില്ലെങ്കിൽ ഒരിക്കലും നമുക്കത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നിധി സുഭാഷിനെ ഇങ്ങനെ നോക്കണം. ആ സമയം സുഭാഷ് പറഞ്ഞു, ആ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അതാണ്. ഇത് കേട്ടതും നികേഷ് പറഞ്ഞു, അല്ല ഇതിനകത്ത് എനിക്കൊരു സംശയമുണ്ട് സുഭാഷ് ചേട്ടാ. അതെന്താ? സുധീഷ് ചേട്ടനല്ലേ ആള്? ആ പെണ്ണ് മിണ്ടിയില്ലെങ്കിൽ സുധീഷ് ചേട്ടൻ അങ്ങോട്ടേക്ക് പോയി മിണ്ടിക്കോളും. സുധീഷ് ചേട്ടൻ്റെ സ്വഭാവം അതാണല്ലോ. ഒന്നിനെ വെറുതെ വിടത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷും എല്ലാവരും കൂടെ ചിരിക്കുകയാണ്. ആ സമയം സുധീഷ് ഹരീഷിനോട് പറഞ്ഞു, നീ കൂടുതലൊന്നും ചിരിക്കണ്ട, നിന്റെ ഒരു കഥ എനിക്കറിയാമെന്ന് പറഞ്ഞു. എന്ത്? ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. എന്ത് കഥ? ആ മറ്റേ കഥ നീ എന്ന് പറഞ്ഞ കഥ. വേണ്ട വേണ്ട, അത് പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷിന്റെ കാര്യം സുധീഷ് പറയാൻ തുടങ്ങുവാണ്. ആ സമയത്ത് ഹരീഷിന് ആകെപ്പാടെ നാണക്കേടായിപ്പോയി. നിധി അടുത്തുണ്ടല്ലോ. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരീഷ് എന്ത് ചെയ്തു, വലിയൊരു ചിക്കൻ പീസ് എടുത്ത് സുധീഷിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അത്ര സമയമെങ്കിലും മിണ്ടാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് സുധീഷ് അതും കഴിച്ചിട്ട് വീണ്ടും ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ്. ആ സമയം നിധി സുധീഷിന്റെ മുഖത്തേക്ക് നോക്കി. കുറേ സമയം സുധീഷിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് ഇങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോഴത്തേനും നിധി തന്നെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് നിധി മുഖം മാറ്റി സുഭാഷിന്റെ മുഖത്തേക്ക് നോക്കി. പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോൾ വീണ്ടും സുധീഷ് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ചിരിയും കളിയും തമാശയാണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. സുഭാഷ് പോലും സുനന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുധീഷ് വീണ്ടും ബെടായൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി വീണ്ടും സുധീഷിനെ നോക്കിക്കൊണ്ടിരിക്കുക. സുധീഷ് വീണ്ടും തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും നിധി പെട്ടെന്ന് നോട്ടം മാറ്റി. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സുധീഷ് നിധിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒളികണ്ണാല നോക്കുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ. പിന്നെ ആരും നോക്കി? എപ്പം നോക്കി? പിന്നെ ഞാൻ കണ്ടായിരുന്നു. ഒന്ന് പോടുന്ന്, ഞാൻ ആരെയും നോക്കിയിട്ടൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്താ എന്നെ നോക്കി സൈറ്റ് അടിക്കാൻ പറ്റുക ചെയ്താണോ? പിന്നെ സൈറ്റ് അടിക്കാൻ പറ്റിയ ഒരു സാധനം എന്നും പറഞ്ഞിട്ട് നിധി അങ്ങോട്ട് കയറിപ്പോയി. സുധീഷിന് ചിരി വന്നു. അതൊന്നും അല്ല, ഇവിടെ തന്നെ ശരിക്കും നോക്കിയതാ, താനിത് കണ്ടതുവാ. താൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവള് നോട്ടം മാറ്റി എന്നൊരു ചിന്തയൊക്കെയായിരുന്നു സുധീഷിന്റെ മനസ്സിൽ. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോൾ ഹരീഷും നികേഷും ഒക്കെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവാണ്. പക്ഷേ എങ്കിൽ സുധീഷ് ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. സുധീഷ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് സുഭാഷ് അങ്ങോട്ട് വന്നു. സുഭാഷ് വന്നിട്ട് ചോദിച്ചു, ഇതെന്താടാ നീ ഉറങ്ങാത്തെ? നിനക്കെന്താ ഉറക്കമൊന്നുമില്ലേ? ഈ സമയത്ത് നീ എന്താ ഫോണിൽ നോക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ എത്തി നോക്കിയിട്ട് ചോദിച്ചു, എന്താടാ പെണ്ണുങ്ങളുടെ ഫോട്ടോ ആണല്ലോ കാണുന്നേ? എടാ നിനക്ക് ഇതുവരെയായിട്ട് നിർത്താറായില്ലെന്ന് ചോദിച്ചു. എന്താ നീ ഇപ്പോഴീ പെൺകുട്ടികളുടെ ഫോട്ടോയൊക്കെ നോക്കുന്നേ? ഒരു ഫോട്ടോ നോക്കുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ വിളിയും മെസ്സേജ് അയക്കലൊന്നും ഇല്ലല്ലോ. എടാ നിന്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു ചിന്ത നിനക്കില്ലേ? നിനക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലേ? ഭാര്യ? അവള് പറഞ്ഞോ അവൾ എൻ്റെ ഭാര്യയാന്ന്? അല്ല അത് പിന്നെ എൻ്റെ സുഭാഷ് ചേട്ടാ, കല്യാണം കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സുഭാഷ് ചേട്ടൻ അറിയാലോ, ഇതുവരെയായിട്ട് അവൾ എന്നെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല. പിന്നെയാണ് ഇനിയിപ്പം സുഭാഷ് ചേട്ടനൊന്നും മിണ്ടാതിരിക്കുക. ഞാൻ ഈ പെൺകുട്ടികളുടെ ഫോട്ടോ എങ്കിലും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്ക് സുഭാഷിന്റെ ഫോൺ ബെല്ലടിച്ചു. ഇതാരാ സുഭാഷ് ചേട്ടാ ഈ സമയത്തൊരു കോള്? അറിയില്ല എന്നും പറഞ്ഞ് എടുത്ത് നോക്കുവാണ്. എടാ ഇതാ പെണ്ണാന്ന് പറഞ്ഞു. ഏത് പെണ്ണ്? കഴിഞ്ഞ ദിവസം കോഫി ഷോപ്പിൽ വെച്ച് നമ്മൾ കണ്ടില്ലേ, മാട്രിമോണിയിൽ കണ്ട് നമ്മൾ കാണാൻ പോയ പെണ്ണ്. ബെസ്റ്റിയം കൊണ്ട് വന്നത്. അതെ അവള് തന്നെയാ. സുഭാഷ് ചേട്ടൻ എടുത്ത് സംസാരിക്കുക. വേണ്ട, അത് ശരിയാകത്തില്ല. എടുത്ത് സംസാരിക്കും സുഭാഷ് ചേട്ടാ. വേണ്ട, ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഇങ്ങ് നാട്ടെ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞ് ഫോൺ പെട്ടെന്ന് പിടിച്ചു വാങ്ങി. സുഭാഷ് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ സുധീഷ് കേട്ടില്ല. അങ്ങനെ സുധീഷ് ഹലോ പറയണം. അങ്ങേത്തലയ്ക്കെന്ന് വെച്ചു സുഭാഷ് ചേട്ടൻ അല്ലേന്ന് ചോദിച്ചു. സുധീഷ് അതേന്ന് പറയണം. സുഭാഷായിട്ട് സുധീഷ് സംസാരിക്കണം. അല്ല പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റില്ല, അതാ ഇപ്പൊ വിളിച്ച്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിച്ചോന്ന് ചോദിച്ചു. ഡയറ്റിങ്ങിലാ എന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചാൽ മതി, അതായിരിക്കും നല്ല, സ്കിന്നിന് നല്ല അതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കണം. ആ സമയം സുഭാഷ് ഇങ്ങനെ തോണ്ടുന്നുണ്ട് സുധീഷിനെ, വെക്കടാന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ സുധീഷ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. ഒടുവിൽ അവള് പറഞ്ഞു, അല്ല കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ, ഇത്ര സംസാരിക്കുകയൊന്നും ചെയ്തില്ലോ, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിച്ചു. അതോ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴാണ് ഞാനൊന്ന് ആക്റ്റീവ് ചെയ്ത്. പക്ഷെ അന്ന് നിങ്ങൾ ഭയങ്കര സംസാരമായിരുന്നല്ലോ, ബെസ്റ്റിയായിട്ട് കൂടെ വന്നിട്ട്. എന്തായിരുന്നു ബെസ്റ്റിയായിട്ട്? എൻ്റെ മുന്നിൽ നിന്ന് ഭയങ്കര സംസാരമായിരുന്നല്ലോ. പിന്നെ ഞാൻ ഇത്ര സമയം സംസാരിച്ച് എന്താന്ന് പറഞ്ഞാണ്ടല്ലോ, അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാനിന്ന് സംസാരിച്ചേ. ഇനിയിപ്പം നിങ്ങളുമായിട്ടുള്ള ബന്ധമൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചു. എന്തായാലും നിങ്ങൾ ബെസ്റ്റിയും കൊണ്ടല്ലേ വന്നേ. അങ്ങനെ ബെസ്റ്റിയുമായിട്ട് വന്ന ആളോട്
സംസാരിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നിങ്ങൾ വിളിച്ചുകൊണ്ട് മാത്രം കോൾ എടുത്തേ. പിന്നെ ഇനി എന്നെ വിളിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചു, എടാ എന്തിനാടാ ഇങ്ങനെയൊക്കെ? ആ പാവം പിടിച്ച പെണ്ണ്, പാവോ അവളോ ബെസ്റ്റിയായിട്ട് വന്നിട്ട് മിണ്ടാതെ എന്താണ് സുഭാഷ് ചേട്ടൻ? അവൾ ഇതിലൂടെയെങ്കിലും പോയിക്കോട്ടറ. അല്ലെങ്കിൽ തന്നെ എനിക്ക് അന്ന് തന്നെ അവളെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതാ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞേ. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അല്ലെങ്കിലും അവള് വേണ്ട, അവൾ സുഭാഷ് ചേട്ടന് സെറ്റാവില്ല. സുഭാഷ് ചേട്ടന് സെറ്റാവുന്ന വേറെ നല്ല പെണ്ണ് വരും. സുഭാഷ് ചേട്ടൻ കാത്തിരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് സുധീഷ് അങ്ങോട്ട് പോയി കിടന്ന് ഉറങ്ങുവാണ്. സുഭാഷ് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചു, സുനന്ദയാണ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒടുവിൽ സുഭാഷും കിടന്ന് ഉറങ്ങുവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര എന്ത് ചെയ്തു, രാജീവിൻ്റെ അലമാരിക്കകത്ത് പോയിട്ട് നിധിയുടെ ആധാർ കാർഡൊക്കെ എടുക്കണം. അപ്പോൾ ആധാർ കാർഡ് എടുത്ത് നിധിക്ക് കൊടുക്കുവാണെങ്കിൽ നിധിക്ക് അത് ഉപകാരപ്പെടും. അങ്ങനെ ആധാർ കാർഡൊക്കെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെപ്പാടെ പെട്ടുപോയി. ആ സമയത്ത് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അരുൺ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇവളെന്തായി കാണിക്കണേ? ഒരു നിമിഷം അവിടെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര എന്ത് ചെയ്തു, അപ്പോൾ ആധാർ നമ്പരൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചു. രക്ഷപ്പെട്ടു. ഇനി ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താലും മതി. അവളിത് ഈ നമ്പർ വെച്ചിട്ട് ആധാർ കാർഡ് എടുത്തോളൂ എന്നൊരു ചിന്തയായിരുന്നു സാന്ദ്രയുടെ മനസ്സിൽ. പിന്നീട് സാന്ദ്ര ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വീണ്ടും ആധാർ കാർഡ് കൊണ്ടുപോയി രാജീവിൻ്റെ അലമാരിക്കകത്ത് വെക്കുവാണ്. ആ സമയത്ത് അരുൺ മുറിയിലേക്ക് കയറി വന്നിട്ട് നോക്കി, അവൾ എന്താ പേപ്പറിൽ എഴുതി വെച്ചേന്ന്. ഇതെന്താ ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഓർത്ത് ഇത് ആധാർ നമ്പർ അല്ലേ എന്നോർത്തു. ഓഹോ, കാരണം ആധാർ ചോദിച്ചോണ്ട് അന്ന് നിധി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചോണ്ട്, പക്ഷെ ഒന്നും കൊടുത്തില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്പർ എഴുതിയിട്ട് അവൾക്ക് അയച്ചു കൊടുക്കാനായിട്ടാ. അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. രാജീവ് തൻ്റെ അച്ഛൻ്റെ അലമാരിക്കകത്ത് നിന്ന് എടുത്തിട്ട് അവൾ നൈസായിട്ട് ഇത് കൊടുക്കാനുള്ള പ്ലാനാ. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ അരുൺ വിചാരിച്ചു. പിന്നീട് അരുൺ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലും കൂടെ ഇറങ്ങിപ്പോയി. ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു സുധീഷ്. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണമല്ലോ, എന്താ ചെയ്യണ്ടേ? ഒടുവിൽ എന്ത് ചെയ്തു, ഒരു ചൂലൊക്കെ എടുത്തുകൊണ്ട് വന്നു. പെരയൊന്ന് അടിച്ചു വരുന്ന പോലെ കാണിക്കാം, അവൾ വരുമ്പോൾ അവൾക്ക് സന്തോഷവും താൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെയാണെങ്കിൽ അവളെ ഇമ്പ്രസ് ചെയ്യാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. നോക്കിയപ്പോൾ പെരയ്ക്കകത്ത് പൊടിയും കാര്യങ്ങളൊന്നും അധികം കാര്യമായിട്ടില്ല. പെട്ടെന്ന് അവിടെ ഇരുന്ന് ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു. ബുക്ക് കീറി കുറേ അവിടെ ചുരുട്ടി കൂട്ടി ഇടുവാണ്. എന്നിട്ടത് അടിക്കുന്ന പോലെ നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും എന്താ നിധി മുറിയിൽ നിന്ന് ഇറങ്ങി വരാത്തേ? അവിടെ ഇരുന്ന് ഗ്ലാസ് എടുത്ത് താഴേക്കിട്ടു. ശബ്ദം കേട്ടെങ്കിലും വരുമെന്ന് കരുതി. എന്നിട്ടും വന്നില്ല. സുധീഷിന് ആകെപ്പാടെ ടെൻഷനായി. ആ സമയത്ത് സാന്ദ്ര എന്ത് ചെയ്തു, സാന്ദ്ര ആധാർ നമ്പർ എടുത്തിട്ട് അത് നിധിക്ക് അയച്ചു കൊടുത്തു. നിധിക്ക് അയച്ചു കൊടുത്തിട്ട് വോയിസ് മെസ്സേജ് ഇട്ടു. അതെ, ആധാർ നമ്പർ ഇത് വെച്ച് നീ നിന്റെ ആധാർ എടുത്തോ, അക്ഷയ ചെന്നാൽ മതി. ആധാർ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിനക്ക് പുതിയ ആധാർ എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഫോണിൻ്റെ ചാർജ് തീർന്നു വരുന്നു. ഇപ്പോൾ ഫോൺ കുത്തിയിട്ടിട്ട് ഞാനിത് അയക്കണേന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായി. നിധി സന്തോഷത്തോട് കൂടിയിട്ട് ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി വരുവാണ്. അപ്പോഴേക്ക് സുധീഷ് പെട്ടെന്ന് നിധിയെ കണ്ടിപ്പോൾ അവിടെ അടിച്ചു വരാൻ തുടങ്ങി. അയ്യോ, അവിടെ നിൽക്ക്, ഞാനിത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. എന്താ? അതെ, എൻ്റെ ആധാർ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. ആധാർ കാർഡ് കിട്ടിയെന്നോ? അതെ, ആധാർ കാർഡിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആധാർ എടുക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുധീഷിൻ്റെ ഫ്യൂസ് പോയതുപോലെ കഷ്ടമായി പോയല്ലോ. അത് കിട്ടത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഇനി ഇവളത് പോയി എടുക്കുമല്ലോ എന്നൊരു ചിന്ത സുധീഷിന് മനസ്സിലുണ്ടായി. സുധീഷിന് ഭയങ്കര ടെൻഷനായിപ്പോയി. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.